യേശുവിൻ്റെ ശരീരം അത് ദിവ്യ ഔഷധമാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശരീരം ദിവ്യ ഔഷധം എന്ന് പറയുന്നത്? മുഴുവൻ വചനമാണ്. യേശുവിൻ്റെ ശരീരം മുഴുവനും കത്തി ജ്വലിക്കുന്ന വചനങ്ങളാണ്. യേശുവിൻ്റെ ശരീരത്തിന്റെ ഒരു പാടുപോലും വചനമില്ലാത്തതില്ല. കാൽപ്പാടുകൾ പോലും വചനമാണ്. യേശുവിന്റെ തിരുരക്തമാകട്ടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഭോജനമാണ്. ഈ രണ്ട് രക്തവും ശരീരവും നമ്മുടെ ആത്മാവിനെ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അത് യേശുവിനെ അടിയേറ്റ സ്ഥലം, യേശുവിനെ അടിച്ച സ്ഥലത്ത് അവിടുത്തെ കല്ലുകളിൽ ഇപ്പോഴും ആ കല്ലുകൾ പൊട്ടിച്ചാൽ രക്തത്തിന്റെ പാടുകൾ കാണാം. ഇസ്രായേൽ പോയുള്ളവർക്ക് യേശു ചമ്മട്ടിയടിയേറ്റ സ്ഥലത്ത് രക്തത്തിന്റെ കല്ലുകളുണ്ട്. ആ കല്ലുകളിൽ എവിടെ തൊട്ടാലും ചുവപ്പായിരിക്കും രക്തത്തിന്റെ പാടുകൾ. എന്തുകൊണ്ടാണ്? മനുഷ്യരാശിയുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് ജീവന്റെ വചനമായ യേശു യാഗമാകുവാൻ ശിക്ഷയേറ്റത്. മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ശുദ്ധീകരിച്ച നിർമ്മലമായ ആ ശരീരത്തിൽ ചാട്ടവാറുകൾ പായുമ്പോഴും കുന്തം കൊണ്ട് കുത്തുമ്പോഴും രക്തം തന്നെ സാക്ഷ്യപ്പെടുത്തി. യേശുവിന്റെ സാക്ഷ്യം അത്ര സത്യമായിരുന്നു. രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ യേശു, ആത്മാവ് കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ യേശു, ശരീരം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ യേശുവാണ് ദൈവപുത്രൻ. ഈ ദൈവപുത്രന്റെ ശരീര രക്തങ്ങളാണ് നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അത് ദൈവാത്മാവിനാൽ പൂരിതമായിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. നമ്മളിൽ ഒരു പാപക്കറ പോലും അരുത്. പാപമുണ്ടെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിച്ചതിന് ശേഷം പാപമോചനം എടുക്കാതെ പോകരുത്. യേശുനാഥൻ പറയുന്നുണ്ട്, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും വിദ്വേഷമോ പിണക്കമുണ്ടെങ്കിൽ എന്റെ ബലിപീഠത്തിൽ നിന്റെ കാഴ്ചവസ്തു വെച്ച് നീ അവനുമായി പോയി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് എനിക്ക് ബലിയർപ്പിക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല, കരുണയാണ്. അപ്പൊ നമ്മൾ കരുണയുള്ള മനുഷ്യന്മാർക്ക് പാപമുണ്ടാകുകയില്ല. കരുണയില്ലാത്ത മനുഷ്യൻ പാനം ചെയ്യുമ്പോൾ അവന്റെ മനസാക്ഷി അവനെ കുറ്റപ്പെടുത്തും, അവന്റെ ഹൃദയം വേദനിക്കും, അവൻ രോഗിയായി തീരും. മൂന്ന് കാര്യവും വളരെ സത്യമാണ്. അതുകൊണ്ടാണ് യേശുനാഥൻ വ്യക്തമായി പറയുന്നത്, എന്റെ ശരീരം ആത്മപരിശോധന കഴിയാതെ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. കാരണം അത് വിശുദ്ധമാണ്, പരിശുദ്ധമാണ്, ആത്മീകമാണ്, ദൈവികമാണ്. ദൈവികമാകുന്ന ഈ ശരീര രക്തങ്ങൾ ഒരു പുരോഹിതനായിട്ട് വാഴിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ആ പുരോഹിതൻ ആ നിമിഷം ആത്മപരിശോധന ചെയ്തിട്ട് അവിടെ കയറി ചെല്ലൂ. ആ മധുവഹായിൽ നിന്നുകൊണ്ടത് വാഴ്ത്തുന്നെങ്കിൽ ആ ഒരു നിശ്ചിത നിമിഷം ആ പുരോഹിതൻ എല്ലാം വിട്ടിട്ട് ആ ഓസ്തി കയ്യിലെടുത്ത് കഴിയുമ്പോൾ അത് ദിവ്യ ശരീരമായി മുറിക്കുമ്പോൾ ആ പുരോഹിതൻ ആ ഓസ്തിയിലേക്ക് ഒട്ടിച്ചു വെച്ചിട്ട് നോക്കും. കർത്താവിന്റെ ദർശനാത്മാവ് ആ ഓസ്തിയിൽ വന്ന് നിറയുന്നതും മറയുന്നതും ആ പുരോഹിതൻ കാണും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് പുരോഹിതൻ ആ ഓസ്തി മടക്കുന്നത്. അതുവരെ അതൊന്നിച്ചൊട്ടിച്ചു പിടിക്കും. വിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ടുള്ളവർക്കത് കാണാം. ആഴപ്പെടാത്തവരോട് ഞാൻ പറയുന്നില്ല. ആഴപ്പെടുന്നവൻ ഓസ്തി വൈദികൻ പൊട്ടിച്ചു കഴിയുമ്പോൾ, മുറിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു തല മുക്കി ഇതിൽ മുക്കിയതിന് ശേഷം അത് ഒട്ടിച്ചെന്ന് പിടിക്കും.
ആ പിടിക്കുമ്പോൾ ആ മുക്കിയെടുത്ത രക്തം ആ മുറിപാടിലൂടെ ഒഴുകി വന്ന് ആ നിമിഷം ആ പുരോഹിതന്റെ ഹൃദയത്തിൽ കാണും യേശു. കാരണം അവിടുന്ന് പറഞ്ഞത് എന്റെ ശരീരം എന്നാണ്, അതിന് എന്റെ രക്തം എന്നാണ് ആ രണ്ടു വാഴ്ച ഇപ്പോൾ യേശു പറയുന്നത്. അതുകൊണ്ടാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നിങ്ങൾ വെറും ഒരു കുർബാനയായിട്ട് കാണരുത്. അത് പരിശുദ്ധ ദൈവത്തിന്റെ ശരീരമാണ്. പരിശുദ്ധാത്മാവ് വസിച്ച ആലയത്തിൻ്റെതാണ്. വചനം ഘോഷിച്ച ശരീരമാണ്. അവിടെ നിറയുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ തേജസ്സാണ്, ദൈവശക്തിയാണ്, ദൈവാത്മാവിന്റെ പ്രവർത്തനമാണത് മുഴുവൻ. അതുകൊണ്ട് നാം സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കുന്നതുമായി അച്ചാരം ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെതാണ്, ദൈവമാണ്, ദൈവത്വമാണ്. ഒരമ്മ 1 വയസ്സ് വരെ വളർത്തിയൊരു കുട്ടി, 1 വയസ്സ് വരെ അവനെ ഓമനിച്ച് ഉമ്മ വച്ച് മുലപ്പാലൂട്ടി താരാട്ടി ഉറക്കി സ്നേഹിച്ച് നിർമ്മലമാക്കി തൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. ആ കുട്ടിക്ക് അവൻ്റെ ഓടി വീഴുമ്പോൾ ആ കുട്ടിയുടെ ഒരു കാലൊടിഞ്ഞു നിൽക്കട്ടെ, ആ അമ്മയുടെ ഹൃദയ നൊമ്പരം എത്ര വലുതായിരിക്കും. ഹൃദയം പൊട്ടി നുറുങ്ങും, അമ്മ കരയും, ഏതമ്മയും കരയും. അതുപോലെയായിരുന്നു സ്വന്തം പുത്രനെ മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ മാതാവിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ആ പുത്രന് വേണ്ടി വേദനിച്ച അമ്മയുടെ വേദന ഒരു ഹൃദയത്തിന്മേൽ തട്ടിയാൽ, ഒരു മനസാക്ഷിയെ തട്ടിയാൽ, ഒരു മനുഷ്യനെ തട്ടിയാൽ അവൻ പിന്നീട് ഒരിക്കലും പാപം ചെയ്യുകയില്ല. കാരണം ആ അമ്മ പുത്രനെ നോക്കി വിലപിച്ച ആ വിലാപം അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. വേദനയുടെയും യാതനയുടെയും ത്യാഗത്തിന്റെയും സ്ത്രീത്വമായിരുന്നു പരിശുദ്ധ മാതാവ്. ഇന്നത്തെ സ്ത്രീ അല്ലത്, നിർമ്മലമായ മാതാവായിരുന്നു. നന്മ മാത്രം വർഷിച്ച മാതാവ്, നന്മയോട് മാത്രം തന്റെ പുത്രനെ കണ്ട മാതാവ്. ആ പുത്രനെ ലോകം പീഡിപ്പിച്ചപ്പോൾ അവിടുന്ന് അനുഭവിച്ച ദുഃഖം എത്ര കഠോരമായിരുന്നെന്ന് നാം ചിന്തിക്കുവാണെങ്കിൽ നമ്മുടെ മക്കളെ ഓർത്ത് നമ്മൾ പാപം ചെയ്യുകയില്ല. എനിക്ക് നിങ്ങൾക്ക് തരുന്ന ഒരു ഉപദേശം പരിശുദ്ധാത്മാവെന്നാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാത്രം ഓർക്കുക. 1 വയസ്സായി വളർത്തിയ ഒരു കുട്ടി വീണ് വലതുകാലം ഒടിയുമ്പോൾ ആ അമ്മയുടെ ദുഃഖം എത്രയെങ്കിൽ ഒരു ശിശുവിനേക്കാൾ 10,000 മടങ്ങ് നിർമ്മലമായി യേശുവിനെ ലോകം കുരിശിൽ തറയ്ക്കുമ്പോൾ ഉണ്ടായ അമ്മയുടെ വേദന എത്ര കഠോരമായിരിക്കും. ആ മകന്റെ ശരീരരക്തമാണ് നമുക്ക് ഭോജനമായി ദൈവം തന്നെങ്കിൽ അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ നാം എത്ര നിർമ്മലരായിരിക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടും നിങ്ങളുടെ ഹൃദയത്തോടും നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളോടും ചോദിക്കുമ്പോൾ, നിങ്ങൾ സ്വീകരിച്ചതല്ല കുർബാന, സ്വീകരിക്കാൻ പോകുന്നതാണ് വിശുദ്ധ കുർബാന. ആമേൻ.